നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. നമ്മുടെ ദുഃഖങ്ങള്, ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, സന്തോഷങ്ങള് ഒക്കെയും ഭഗവാനുമായിട്ട് പങ്കുവയ്ക്കാൻ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട്. ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. ഓരോ ഈശ്വരന്മാർക്ക് പ്രത്യേക തരത്തിലുള്ള വഴിപാടുകളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവാം, അതൊക്കെയും നമ്മൾ പാലിക്കാറുണ്ട്. എന്നാൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭഗവാന്റെ ആ ഒരു കൃപ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനാണ്, അല്ലെ? എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് സമ്മാനിക്കുന്നത് വിപരീത ഫലങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതം പോലും ദുരന്തപൂർണമാക്കുന്ന ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ചില തെറ്റുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം, ഇനിയെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവഭഗവാൻ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ. ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മെ കാത്തു രക്ഷിക്കുന്ന പ്രപഞ്ചനാഥനാണ് പരമശിവൻ, ആരാധനാമൂർത്തികളിൽ പ്രധാനപ്പെട്ടയാൾ. എല്ലാവരും കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു വിളിച്ചാൽ ശിവകടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നവർ ധാരാളം ഉണ്ടാകും. എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യരുതാത്ത തെറ്റുകളുണ്ട്. ഇത് ശിവകോപം വരാൻ കാരണമാകും. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്പം വ്യത്യാസമുണ്ട്. ഏതൊരു കാര്യത്തിലായാലും ശിവക്ഷേത്രത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവർക്ക്, അത് നമ്മൾ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ നാശത്തിനായിട്ട് നമ്മൾ ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഭഗവാനെ അവൻ അനുഭവിക്കണേ, ചെയ്ത തെറ്റിന് അവന് കിട്ടണമേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. അതായത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ശിവഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. നമ്മൾ പറയാതെ തന്നെ നമ്മളെ അറിയുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഭഗവാനെ അറിയിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ അത് മനസ്സിലാക്കും. അതല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മോട് കോപിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാതെ പോകാനും ഒക്കെ കാരണമാകും. ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ശപിക്കാറുണ്ട്. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ഒരു കാരണവശാലും ശപിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. അത് വലിയ ദോഷങ്ങളാണ് നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം വഴിപാടുകളെ കുറിച്ചാണ്. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും വഴിപാടുകൾ നേരാറുണ്ട്. നമ്മുടെ ഒരു കാര്യസാധ്യത്തിനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഷ്ടപ്പാടും ദുഃഖവും മാറാനായിട്ട് നമ്മൾ നേർച്ച പോലെയോ അല്ലെങ്കിൽ വഴിപാട് പോലെയോ ഒക്കെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇന്ന കാര്യം നടത്തി തന്നു കഴിഞ്ഞാൽ ഭഗവാനെ ഞാൻ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു നേർച്ച നിങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പോലും മറ്റാരോടും തന്നെ പറയാനായിട്ട് പാടില്ല. ഇത് നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മറ്റൊരാളെ അറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത്, നിങ്ങൾ എന്താണോ ഭഗവാനോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചത്, ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറിയതിനു ശേഷം ചെയ്യുക, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരെയും അറിയിച്ച്
അത് നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാക്കും. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഒരു കാരണവശാലും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. അതും നിങ്ങൾക്ക് വലിയ ദോഷഫലങ്ങൾ സമ്മാനിക്കും. അതായത് ചില ആളുകൾ ചെയ്യാറുണ്ട്, ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എനിക്കൊന്നും നടക്കുന്നില്ല, ഭഗവാൻ വെറും ഒരു കല്ല് മാത്രമാണ്, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെയും നിങ്ങൾക്ക് ദോഷഫലങ്ങളാണ് നൽകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. മറ്റൊരാൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നിർബന്ധിച്ചത് കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഉള്ളിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കർമ്മം ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് നടക്കുമോ എന്ന രീതിയിലും അതുപോലെ സംശയത്തോടെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അത് നടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഭഗവാൻ അത് നടത്തിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശിവക്ഷേത്ര പ്രദക്ഷിണത്തെ സവ്യാപസവ്യം എന്നാണ് പറയുന്നത്. സവ്യം എന്നാൽ പൂർണ്ണമായിട്ടുള്ള പ്രദക്ഷിണവും അപസവ്യം എന്നാൽ അപ്രദക്ഷിണവും എന്നാണ് അർത്ഥം. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ആദ്യം 1/4 ഭാഗം പൂർത്തിയാക്കി വന്ന ദിശയിലൂടെ തിരിച്ച് 1/4 ഭാഗം കൂടി പൂർത്തിയാക്കുന്നതിനാലാണ് സവ്യാപസവ്യം എന്ന് ഈ പ്രദക്ഷിണത്തെ പറയുന്നത്. ഇനി ഇതിലെല്ലാത്തിലും ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഭഗവാനെ കാണാനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഭഗവാനുമായിട്ട് നമ്മുടെ ദുഃഖങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ ഒരു കാര്യം മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിനുള്ളിൽ. അതല്ലാതെ നമ്മുടെ കൂടെ വന്ന ആളോടൊപ്പം സംസാരിക്കുകയും ഉറക്കെ സംസാരിക്കുക, ചിരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ചെയ്യാനായിട്ട് പാടില്ല. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. നാമജപങ്ങൾ മാത്രമായിരിക്കണം അവിടെ നമ്മൾ ഉരുവിടേണ്ടത്. അതല്ലാതെ മറ്റുള്ള സംസാരങ്ങളൊന്നും തന്നെ പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്, കുശുമ്പ് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിലും ചെയ്യാനായിട്ട് പാടില്ല. ഈശ്വര കോപമാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത്. ഭഗവാൻ നിങ്ങൾക്ക് അതിന്റെ തിരിച്ചടി സമ്മാനിക്കും. പലരും പറയാറില്ലേ, ക്ഷേത്രത്തിൽ പോയി പക്ഷെ അതിന്റെ ഫലം ലഭിച്ചില്ല എന്നുള്ളത്. ക്ഷേത്രത്തിൽ പോയാൽ മാത്രം പോരാ, ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പാലിച്ചിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളുണ്ട്, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ പൂർണ്ണ ഫലം അല്ലെങ്കിൽ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം, ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.